ഹലോ, ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല ഇടയ്ക്ക് മഴയുണ്ടെങ്കിലും നല്ല ചൂടാണല്ലേ. അപ്പോൾ ഈ ചൂട് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ നല്ല 3 ഡ്രിങ്ക് നമുക്ക് ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ടായിട്ട് തയ്യാറാക്കാൻ. ഇത് റൂഹ് അഫ്സ വീട്ടിൽ തയ്യാറാക്കിയതാണ്. അതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് തണുത്ത പാൽ ചില്ല് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് ഒഴിച്ചാൽ മതി. നമുക്കിതിനകത്തേക്ക് ഒരല്പം പഞ്ചസാര, ഒരു സ്പൂണോ മറ്റു പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മെലൻ ചിലതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുഹബത്ത് കാ സർബത്ത് എന്ന് പറയില്ലേ, അതാണ് ഇത് സംഭവം. ഇനി നമ്മൾ സബ്ജ സീഡ്സ് കുതിർത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി അടുത്ത രണ്ടാമത്തെ ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കാം. എല്ലാത്തിനും കൂടെ ഒരുമിച്ച് നമുക്ക് റൂഹ് അഫ്സ ചേർത്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ്സിൽ നമ്മൾ തയ്യാറാക്കുന്ന കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സെക്കേഡാണ്. ഇത് കുറച്ച് അധികം പുളിയില്ലാത്ത തൈര് എടുത്താൽ മതി. ഇപ്പോൾ 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ ലസ്സി തയ്യാറായി കുടിക്കാറുള്ള ചൂടത്ത് ഏറ്റവും നല്ല സാധനമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുന്നുണ്ട്, നമുക്ക് ഇതിൽ നിന്നും തേൻ ആഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് അതും കൂടെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. അല്പം ഇട്ട് കൊടുത്താൽ ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ലസ്സിക്ക് അതും കൂടെ ഇടുമ്പം. അപ്പോൾ നമുക്കിനി 3ാമത്തെ ഡ്രിങ്കിലേക്ക് പോകാം. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കുടിക്കാറില്ലേ റോസ് മിൽക്ക് എന്ന് പറയുന്ന, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാല് മാത്രം, ഇതിനകത്ത് പഞ്ചസാര അല്പം നമുക്ക് നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി. ചിലപ്പോൾ ഈ റൂഹ് അഫ്സയുടെ അതിന് തന്നെ മതിയാവും. അത് നോക്കിയിട്ട് പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ അത് 3 നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. റൂഹ് അഫ്സ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ 1 സ്പൂണോ 1.5 സ്പൂണോ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നോക്കിയിട്ട് ആവശ്യത്തിൻ്റെ അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇത് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ ഇതിനേക്കാളൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ഈ റൂഹ് അഫ്സ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. വിരുന്നുകാർക്ക് കൊടുക്കാനാണെങ്കിലും അതുപോലെ ചൂടത്താണെങ്കിലും നോമ്പിലൊക്കെ ആണെങ്കിലും നമുക്ക് മാറി മാറി നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.